അൽഫാം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം നല്ലൊരു ഗ്രീൻ കളറിലുള്ള സ്പൈസി ആയിട്ടുള്ള അൽഫാം ആണെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള അൽഫാം ഉണ്ടാക്കാൻ നോക്കാം, നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഈ ഒരു അൽഫാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് അങ്ങനെ കട്ടാക്കിയിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കാൽഭാഗം വരുന്നത് ഇതുപോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് ഇറച്ചി പീസ് ഇതുപോലെ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ മസാല നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തത് ഫുള്ളായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കും. അപ്പം നമുക്കിതെങ്ങനെ എല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അല്ലേ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അല്ലേ. അതിന് വേണ്ടി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മല്ലിയില വേണം. പുതിനയിലൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, നല്ല പച്ച കളറല്ലേ വേണ്ട. അതുപോലെ തന്നെ ഒരു 10-15 പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു അൽഫാമാണ് ഇത്. അപ്പോൾ ഒരു 15 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5-10 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഇതുപോലെ പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പോലെ തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പോലെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പോലെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ അടിയിൽ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകിയിട്ട് അതൊരു അരിപ്പ പാത്രത്തിലേക്ക് അതിൻ്റെ ഫുൾ വെള്ളം ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് വേണം നമ്മുടെ ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കതങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാല. അപ്പോൾ ഇങ്ങനെ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 3-4 മണിക്കൂർ നമ്മൾ മസാല ഒക്കെ പൊട്ടി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കന് ഇതുപോലെ തന്നെ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന ഗ്രില്ലിൻ്റെ മുകളിൽ നേരത്തെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് അതിങ്ങനെ പരത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പം 4 പീസാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചുട്ടെടുക്കാം അല്ലേ കനലിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാടപ്പൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ കനലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് അതിൽ കനലാക്കി, അപ്പോൾ തീ നല്ലോണം കത്തുന്ന ടൈമിന് അതിൻ്റെ മുകളിൽ വെക്കില്ല. ഫുള്ള് കനലായതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ചിക്കന് നമ്മളിങ്ങനെ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കാവാണ്ട് കരിഞ്ഞു പോവും. ഇപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് ഒരുപാട് ടൈം ഇങ്ങനെ വെച്ച് കൊടുത്ത് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് നമുക്കത് നമ്മുടെ അൽഫാം ചുട്ടെടുക്കാം. അപ്പം നമ്മൾ മറിച്ചിട്ട ടൈമിൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം 2 ഭാഗത്തും തിരിച്ചിട്ടിട്ട് എടുക്കുന്ന ടൈമിൽ 2 ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് ശേഷം വേണം നമ്മളിത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി. അപ്പം നല്ല കളറൊക്കെ മാറി ഇതുപോലത്തെ കളറ് ആവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് അതൊന്ന് ചുട്ടെടുക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ അൽഫാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചുട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലും ഒക്കെ ഈ ഒരു ടൈമിന് വരും.
അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈമിന് നമുക്ക് നമ്മുടെ അൽഫാം നമുക്കതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളറിൽ നല്ല സ്പൈസി ആയിട്ടുള്ള അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി, ഷെയർ ചെയ്യേണ്ടി, സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.